കേരള മീഡിയ അക്കാദമിയെ മുൻനിർത്തി പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ സംസ്ഥാന സർക്കാർ. ഈ മാസം 29, 30 തീയതികളിൽ തിരുവനന്തപുരത്താണ് സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പലസ്തീൻ അംബാസിഡർ മുഖ്യ അതിഥിയാകും. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു 24-നൊപ്പം ചേരുന്നു പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കാൻ. കേരള സർക്കാർ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് കിടക്കുന്നത്. പക്ഷേ ഇത് മീഡിയ അക്കാദമിയാണ്, അതുകൊണ്ട് തന്നെ മീഡിയ റിലേറ്റഡ് ആണ് ഈ സമ്മേളനം. എന്തായാലും മീഡിയ അക്കാദമി ചെയർമാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പലസ്തീൻ അംബാസിഡർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് അല്ലേ? പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഷെഡ്യൂള്? 29-ന് അദ്ദേഹം എത്തും. 29-ന് അദ്ദേഹം വരുമ്പോൾ ഇതൊരു കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര മാധ്യമോത്സവമാണ്. ഗാസയിൽ 280 മാധ്യമപ്രവർത്തകരാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അവിടെ കൊല്ലപ്പെട്ടത് ഇസ്രയേലി ഭീകരതയാൽ. ഈ ഭൂമുഖം ഉണ്ടായതിന് ശേഷം ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നത്, രക്തസാക്ഷികളാകുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. മീഡിയ അക്കാദമി ഒരു ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോ എക്സിബിഷൻ്റെ ഉദ്ഘാടനം പലസ്തീൻ അംബാസഡറുടെ സാന്നിധ്യത്തിൽ അന്ന് നടക്കും. അതിനുശേഷം ഒരു ഐക്യദാർഢ്യ സമ്മേളനമുണ്ട്. 30-നാണ് CM പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിലും പലസ്തീൻ അംബാസഡർ ഉണ്ടാകും. 1-ാം തീയതി അദ്ദേഹവുമായിട്ടൊരു ഇൻട്രാക്ഷൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്നത്. പലസ്തീൻ്റെ ഗാസയിലെ ക്രൂരതയ്ക്കെതിരായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ കൂടിയായിരിക്കും ഈ 3 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന ഫെസ്റ്റിവൽ. ഈ പ്രതിനിധികൾ ആരൊക്കെയാണ്? ഇതുമായി എന്തെങ്കിലും റെസ്ട്രിക്റ്റഡ് ഉണ്ടോ? അങ്ങനെയാണ് പ്രതിനിധികളെ തീരുമാനിക്കുന്നത്? ഇല്ല, ഇതിനകത്ത് നമ്മുടെ മാധ്യമ വിദ്യാർത്ഥികൾ, മാധ്യമ പ്രവർത്തകർ, മാധ്യമങ്ങളുമായി താല്പര്യമുള്ള മാധ്യമ ബന്ധുക്കൾ, ഇവരെല്ലാം കൂടി അടങ്ങുന്ന ഒരു 600ഓളം പേര് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് വലിയൊരു ക്രൗഡായിരിക്കും ഇതിനകത്തുണ്ടാകുക. ടാഗോർ തിയേറ്ററുണ്ട്, അതുപോലെ തന്നെ മാനവികം വീതിയുണ്ട്, വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ്. പൊതുജനങ്ങൾക്ക് അല്ലാതെ പങ്കെടുക്കാൻ കഴിയുന്നതാണോ? തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കും കൂടി ഇതിനകത്ത് എത്തുന്നതിനൊരു തടസ്സവും ഇല്ല. വ്യക്തമാണ്. എന്തായാലും പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവുമായി മീഡിയ അക്കാദമി മുന്നോട്ട് പോകുന്നു. സംഘാടകർ മീഡിയ അക്കാദമിയാണ്. എന്തായാലും മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.